നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അനന്താസനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു എക്സ്ട്രാ മൂവ്മെൻറ്റ് പരിചയപ്പെടാം. അനന്താസനം നമ്മൾ ഓൾറെഡി മുന്നിലത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. അനന്താസനത്തിൽ നിന്ന് കാല് വളരെ സ്റ്റഡി ആയിട്ട് ബാലൻസ് ചെയ്ത് ഉയർത്താൻ കഴിയുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂവ്മെൻ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അനന്താസനം വളരെയധികം ഒരു ഹിപ്പ് ഓപ്പണറായിട്ടുള്ള ഒരു യോഗാസനമാണ്. മാത്രമല്ല നമ്മുടെ സൈഡിലുള്ള ബോഡിയുടെ സൈഡ് ഫാറ്റ് നന്നായി ബേൺ ചെയ്യുന്നതിനും ബെല്ലി ഫാറ്റ് നന്നായി കുറയുന്നതിനും അതുകൊണ്ട് തന്നെ അമിതവണ്ണത്തെ കൺട്രോൾ ചെയ്യുന്നതിനും അനന്താസനത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് സഹായിക്കുന്നു. ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റും കൂടി അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തു വരുന്നത് കാരണം നമ്മുടെ അപ്പർ ബോഡിയെ കൂടി ഒന്ന് ട്രിം ചെയ്യുന്നതിന് സഹായിക്കുന്നു. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരുപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മാറ്റിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അനന്താസനത്തിൻ്റെ പോസ്റ്ററിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് മാറ്റിൽ ചെരിഞ്ഞ് കിടക്കാം. ഒരു വശത്തേക്ക് കൈകളും കാലുകളും നന്നായി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാം. രണ്ട് കൈകളും ഈ രീതിയിൽ ചേർത്ത് വയ്ക്കാം. കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. കാൽമുട്ടുകളും മാക്സിമം വലിച്ചു പിടിക്കാം. അതിനുശേഷം നമുക്ക് റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും ഒരുമിച്ച് ഉയർത്താം. റെഡി? ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ്, റൈറ്റ് ലെഗ്, ട്രൈ ടു ടച്ച് വെറെവർ ഇറ്റ് ഈസ് പോസിബിൾ. ഇപ്പോൾ കാൽമുട്ടിലാണ് ടച്ച് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ കാൽമുട്ടിൽ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ വെറെവർ ഇറ്റ് ഈസ് പോസിബിൾ യു ക്യാൻ ടച്ച് ദർ. താഴെ ഇരിക്കുന്ന കാലും മാക്സിമം സ്ട്രെച്ച് ആയിരിക്കണം. അതിനുശേഷം വീണ്ടും സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വരാം. കം ബാക്ക്. ഒരു തവണ കൂടി കാണിക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. അതിനായി എഴുന്നേറ്റിരിക്കാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കാം. ഒരു കൈ നീട്ടി വയ്ക്കാം. അതിന് മുകളിൽ ഓപ്പോസിറ്റ് ഹാൻഡ് വരത്തക്ക രീതിയിൽ കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാം. ഓക്കെ, ദെൻ ലിഫ്റ്റ് യുവർ ലെഫ്റ്റ് ലെഗ് ആൻഡ് ദ ലെഫ്റ്റ് ഹാൻഡ്. എവിടെയാണോ ടച്ച് ചെയ്യാൻ കഴിയുന്നത് അവിടെ ടച്ച് ചെയ്യാം. മാക്സിമം ബാലൻസ് ചെയ്തുകൊണ്ട് come back to the starting position. വീണ്ടും ഒരു തവണ കൂടി കാണിക്കാം. ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ലെഗ് ബാലൻസ് ചെയ്തുകൊണ്ട് കാൽമുട്ടുകൾ മടക്കാതെ താഴത്തെ കാൽമുട്ട് മാക്സിമം സ്ട്രെയിറ്റ്. ലിഫ്റ്റ് യുവർ ഹെഡ്. ഇതുപോലെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ റൈറ്റ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 1 to 10 ടൈംസ് നമുക്ക് അറ്റ് എ ടൈം ചെയ്യാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 1 to 10 ടൈംസ് നമുക്ക് ചെയ്യാം. ആ രീതിയിൽ നമുക്കൊരു കംപ്ലീറ്റ് 1 റൗണ്ട് എന്ന രീതിയിൽ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ നമ്മൾ കാൽമുട്ടുകൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ച് ചെയ്യുന്നത്. കാൽവിരലുകൾ നന്നായി വലിച്ചു പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാൽമുട്ട് വേദനയുള്ളവർക്കും ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വളരെ പതുക്കെ നമ്മുടെ കാൽമുട്ടിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രോങ് ആവുന്നതോടുകൂടി കാൽമുട്ട് വേദനയ്ക്ക് ഒരു ശമനം എന്ന രീതിയിലും നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ലോ ബാക്ക് ഏക്ക് ഉള്ളവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു സാക്രോ ഇലിയാറ്റിക് റീജിയൻ, അതായത് നമ്മുടെ സൈഡിലുള്ള സെൻട്രൽ പെയിൻ അല്ലാത്ത സൈഡിലേക്ക് ലൊക്കേറ്റ് ചെയ്ത ഒരു പെയിൻ ചിലവർക്ക് കാണാറുണ്ട്. ഒരു സാക്രോ ഇലിയാറ്റിക് റീജിയനിലുള്ള പെയിൻ ഉള്ളവർക്ക് ഇതത്ര അഭികാമ്യമായിരിക്കുകയില്ല.
പക്ഷേ ഡെയിലി പ്രാക്ടീസ്, ചെറിയ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പെയിനെ ഓവർകം ചെയ്യാനും വളരെ ഭംഗിയായിട്ട് ആ പെയിനെ ഒരു പ്രതിവിധി എന്ന രീതിയിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ അവർ ഈ രീതിയിൽ 10 ടൈംസ് എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യരുത്. വളരെ സാവധാനം അനന്താസനം മാത്രം ചെയ്തുകൊണ്ട് ആ മസിൽസ് എല്ലാം സ്ട്രോങ് ആക്കി എടുക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി പരിചയപ്പെടുന്നതുവരെ നന്ദി, നമസ്കാരം.